ഇവിടുത്തെ ഏറ്റവും മോശം സ്റ്റാഫ് നോറയാണ് സർ. ഏറ്റവും നല്ല സ്റ്റാഫ് സിജോ ആണ് സർ. 50-50 നിൽക്കുന്നത് ജിൻഡോ ആണ് സർ. അപ്പൊ സാബു പറയുന്നു ചിപ്പ് മാറണം, എന്നിട്ട് ഒന്നുകൂടെ റോബോ നോക്കണം. പിന്നെ ഒബ്സർവ് ചെയ്ത സമയം കളയരുത്, സമയം വളരെ കുറവാണ്, 60 ദിവസം ഓൾറെഡി കഴിഞ്ഞു. സാബു ഈ പറഞ്ഞതിനെ സായി നോക്കി കാണുന്നത് ഒരു സൂചനയായിട്ടാണ്, ഹിന്റ് ആയിട്ടാണ്. പിന്നെ നോറയോട് പോയി സായി ഇത് പിന്നീട് പറയുന്നുണ്ട്, അയാൾ എന്നോട് പറയാതെ പറഞ്ഞു അനക്ക് പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ആണെന്നൊക്കെയാണ് നോറയോട് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയും കൂടെ വന്നു. അത് സാബു പറഞ്ഞത് ഒരുപക്ഷെ സായിയെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിരിക്കാം. പിന്നീട് ഇതുപോലെ തന്നെ സാബു സായിക്ക് വേറൊരു പണിയും കൂടെ കൊടുക്കുന്നുണ്ട്. റോബോ കഴിഞ്ഞ 2 ആഴ്ച ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്ന് പറഞ്ഞേ എന്ന് പറയുന്നു. അപ്പൊ സായി മറ്റേ ജനറേറ്റഡ് വോയിസിൽ കാര്യങ്ങളെല്ലാം കൂടെ പറയുന്നുണ്ട്. ഉടനെ സാബു, ഇന്റർനെറ്റുമായിട്ട് റോബോയ്ക്ക് കണക്ഷൻ ഉണ്ടോ? ഇല്ല സർ, കണക്ഷൻ ഇല്ല. ഈ വീട്ടിൽ വൈഫൈ ഇല്ല സർ. റോബോയ്ക്ക് മോഡുലേഷൻ മാറ്റി പറയാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ ഏജന്റ് എന്ന് പറഞ്ഞൊരു റിവ്യൂർ ഉണ്ട്, ആ വോയിസിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ചിരിയും കൂടെ വന്നു. സായിയെ നിർത്തി പൊരിച്ചൊരു സാബുവിനെയാണ് ലൈവിൽ കണ്ടത്. പുള്ളി ശരിക്കും ഫയർ ആയിരുന്നു ഈ ഒരു ഡയലോഗ് അടിക്കുന്ന സമയത്ത്. പക്ഷെ സായിയും ഒരു പരിധി വരെ സ്കോർ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അത് കള്ളമായി പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളി ഓരോരുത്തരെ കുറിച്ചും വളരെ നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ട് അനലൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കിട്ടിയ സ്പേസിൽ സായി കത്തിച്ചങ്ങോട്ട് വിടുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഈ വന്ന് കയറിയതിൽ പിന്നെ ഇന്നാണ് സായി ഒന്ന് കത്തിച്ചു വിടുന്നത് കണ്ടത്. മോഡറേഷൻ പിടിക്കാൻ സാബു പറഞ്ഞപ്പോ സായി പിന്നെ കാറിലേക്ക് പോയി എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു മൂഡായിരുന്നു. പിന്നെ സത്യങ്ങൾ തുറന്നടിച്ച് പറയാൻ പുറത്തുനിന്ന് സാബു വരേണ്ടി വന്നു എന്നതാണ് അതിനകത്ത് വീണ്ടും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത്. സായിയുടെ ഈ അനാലിസിസ് വെച്ചിട്ട് പുള്ളി ഒന്നും കളിക്കുന്നത് കാണുന്നില്ല, ആർക്കെതിരായിട്ട് പുള്ളി ഒന്നും കളിക്കുന്നത് കാണത്തില്ല. പലപ്പോഴും സ്പെക്ടേറ്റർ ആയിട്ട് ഇരുന്ന് ലൈവ് കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് ഇരുന്നിട്ട്. സാബുവിന്റെ മുന്നിൽ നിന്ന് റോബോ ആയിട്ട് സംസാരിച്ച പോലെ എപ്പോഴും സംസാരിച്ച് കാണുമായിരുന്നുവെങ്കിൽ ഈ സീസൺ സായി കൃഷ്ണ തൂക്കിയേനെ, ഈ സീസണിന്റെ കപ്പ് സായി കൃഷ്ണ തൂക്കിയേനെ. അതാണ് പറഞ്ഞത്, സാബു വരേണ്ടി വന്നു സായിക്കൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി.